രാഷ്ട്രീയ നിരീക്ഷണത്തിലും പ്രവചനത്തിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് NDAക്ക് വോട്ട് കൂടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഗുണമാകും എന്ന തിയറിയാണ് പുതുതായി വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ചോദിക്കാം, വെള്ളാപ്പള്ളി പ്രതികരിക്കട്ടെ. താങ്കളുടെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ടതുണ്ടോ? പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല. നീയെങ്കിലുണ്ടല്ലോ എന്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ അതേ ശൈലി നിന്നിട്ടാണ് ആദ്യത്തെ 5 കൊല്ലം ഭരിച്ചു. അതേ ശൈലി തന്നെ ഒരു മാറ്റം എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല. രണ്ടാമത് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു. അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും. അപ്പോൾ ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFനുള്ള തിരിച്ചടി ആവർത്തിക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും? ഇനിയും ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇനിയിപ്പോൾ 3ാം ഊഴവും പിണറായി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്, ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. NDA വോട്ട് വിഹിതം വർദ്ധിക്കുകയല്ലേ ത്രികോണ മത്സരത്തിൽ? അതിലൊരു സംഭാവന മകൻ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും നൽകുന്നുണ്ടല്ലോ. ത്രികോണ മത്സരങ്ങൾ എപ്പോഴും തന്നെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാണ്. അതുകൊണ്ട് 3ാം തവണയും അവർക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. അതായത് എപ്പോഴും LDFന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കുറേ വോട്ടുണ്ട്. അതവിടെ നിൽക്കും. അല്പം ചോർന്നു പോയാലും അതിനേക്കാൾ കൂടുതൽ ചോർച്ച UDFൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3ാമതും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. SNDP യോഗത്തെ കാവി പുതപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണല്ലോ പാർട്ടി സെക്രട്ടറി കുറ്റപ്പെടുത്തുന്നത്. ഞാൻ കാവി പതപ്പിക്കാനും നടക്കുന്നില്ല, ചുവപ്പ് പതപ്പിക്കാനും നടക്കില്ല, പച്ച പതപ്പിക്കാനും നടക്കില്ല. സംഘടനയെ ഇവിടെ മഞ്ഞ പതപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. യോഗം ശാഖകളെ ചുവപ്പ് പുതപ്പിക്കാനും ശ്രമമുണ്ടോ? പിടിക്കേണ്ടല്ല, ഇപ്പോഴും അവരുടെ കയ്യിലാണല്ലോ. SNDP ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് മഹാഭൂരിപക്ഷം ശാഖകളും. പിന്നെ പിടിക്കാൻ പോണതിനാണ്. തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയോ ഗവർണറോ മറ്റോ ആവുമോ? വരുന്ന തെരഞ്ഞെടുപ്പിൽ BDJSന്റെ ഭാവി എന്താകും? ഇനി തൽക്കാലം നമുക്ക് എന്നെ പറഞ്ഞു വിടാവോ? ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. സങ്കീർണമാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനങ്ങൾ. വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ടോ CPM പിന്നോക്കം പോയ സ്ഥിതിക്ക് രാഷ്ട്രീയ ഉപശാലകളിൽ എന്തോ കൂടോത്രം നടന്ന മട്ടുണ്ട്. UDFകാർ ഒരു രക്ഷ എഴുതി കിട്ടുന്നത് നന്നായിരിക്കും. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.